കശ്മീർ ബാരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. മുഴുവൻ ഭീകരരെ സൈന്യം വധിച്ചു. 20 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സൈന്യം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇന്ന് പുലർച്ചെ 5:30 കൂടിയായിരുന്നു 4 അംഗ ഭീകരർ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറി സൈനിക കേന്ദ്രത്തിലേക്ക് അകത്ത് കയറി ഭീകരർ ചാവേറായി പൊട്ടിത്തെറിച്ചത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് 4 ഭീകരരെയും സൈന്യം വധിക്കുകയും ചെയ്തിരുന്നത്. ഈ 4 ഭീകരരും ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് IS-ന്റെ ചില സഹായങ്ങൾ ലഭിച്ചിരുന്നതായാണ് സൂചനകൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്ഥലവും മറ്റും പരിഗണിച്ച് ഇവർ പഠനം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ആസൂത്രിതമായ കമാൻഡോ ഓപ്പറേഷൻ പോലുള്ള ഒരു ഭീകരാക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ സൈന്യം വിലയിരുത്തുന്നത്. സൈനിക വേഷത്തിൽ എത്തിയ ശേഷമായിരുന്നു ഇവർ സൈനിക കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ആക്രമണം നടത്തിയിരുന്നത്. ഇവർ 4 പേരും ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് എന്നാണ് ഇപ്പോൾ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ദില്ലിയിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. ഇതിനുശേഷം പ്രതിരോധ മന്ത്രി അതോടൊപ്പം കരസേനാ തലവൻ ദൽബീർ സിംഗ് എന്നിവരോട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സൈന്യം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഭീകരരുടെ ആക്രമണത്തിൽ 17 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ 4 അംഗ ഭീകരരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചതാണ് ഇത്തരത്തിൽ ഈ സൈനികരുടെ മരണസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണമായത്. 20-ൽ പരം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 16ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവരെല്ലാം ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലാണ് ഉള്ളത്. ഇപ്പോഴും കൂടുതൽ ഭീകരർ ഈ സ്ഥലത്ത് ഉണ്ടോ എന്നൊരു സംശയത്തിൽ തിരച്ചിൽ തുടരുകയാണ്. സുരക്ഷ കാശ്മീരിൽ ശക്തമാക്കിയിട്ടുണ്ട്. ധന്യ. മനു, ഉറിയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അപകടം പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ പരിക്കേറ്റിരിക്കുന്ന സൈനികരുടെ അവസ്ഥ എങ്ങനെയാണ്? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. മനു, കേൾക്കാമെങ്കിൽ. കൂടുതൽ സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടോ? ഉറിയിൽ കൂടുതൽ സൈന്യത്തെ എത്തിച്ചിട്ടുണ്ടോ? പരിക്കേറ്റ സൈന്യത്തിലെ അംഗങ്ങളുടെ നില ഇപ്പോൾ ഏതവസ്ഥയിലാണ് തുടരുന്നത്? നിലവിൽ ഈ സൈനിക തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളവരിൽ 4 സൈനികരുടെ നില മെച്ചപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ മറ്റു 16 സൈനികരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് സൈനിക തലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ സൈന്യം നൽകിയിട്ടുമില്ല. ഇവരുടെ ചികിത്സയും മറ്റും പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനിക കേന്ദ്രങ്ങളിൽ സുരക്ഷ കർശനമാക്കുമെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2014 ശേഷം ഏറ്റവും വലിയൊരു ഭീകരാക്രമണം കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. അതും ഏറ്റവും അധികം സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റും പാലിച്ചിരുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള നിലവിലെ സൈനിക കേന്ദ്രത്തിനകത്ത് കയറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനാൽ ഈ സൈനിക തലങ്ങളിൽ നിന്നും മറ്റും ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഉന്നതതല അന്വേഷണം നടത്താനും ഇന്ന് ഉച്ചയ്ക്ക് ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷവും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സാഹചര്യങ്ങളെല്ലാം ഏറ്റുമുട്ടലെല്ലാം അവസാനിച്ചിരിക്കുന്നു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും മറ്റു പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സുപ്രധാനമായ എയർപോർട്ടുകൾ, അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനുകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവയിലും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സുപ്രധാനമായ ഇടങ്ങളിലെല്ലാം സുരക്ഷ കർശനമാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ എയർ ബേസുകളിലും മറ്റും ആക്രമണത്തിന് ഭീകരർ പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സുരക്ഷ കർശനമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി സൈനിക കേന്ദ്രത്തിനകത്ത് തന്നെ എത്തി ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ധന്യ. സൗമ്യ വധക്കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ ആഴ്ച തന്നെ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി മനു. തന്നെ എന്തായാലും സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിവ്യൂ ഹർജി ഈ ആഴ്ച തന്നെ നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും അപേക്ഷ നൽകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാകുമെന്നും നിയമമന്ത്രി AK ബാലൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ദില്ലിയിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുമായി നിയമമന്ത്രി AK ബാലൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ടെലിഫോണിലൂടെ ഇക്കാര്യം
അറ്റോർണി ജനറലുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈ ആഴ്ച തന്നെ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാക്കുകയും ചെയ്യും. നിലവിൽ പുതിയ തെളിവുകളൊന്നും എന്തായാലും സുപ്രീം കോടതിയിൽ നൽകില്ല. എന്നാൽ നിലവിലെ സുപ്രീം കോടതി വിധിയിലെ ചില പോരായ്മകൾ ആകും മുന്നോട്ട് ചൂണ്ടിക്കാട്ടുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയിലെ ചില അപാകതകളാണ് ഇതിന് ആധാരമായി നിയമമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സൗമ്യ 5 തവണ ബോഗിയിൽ ഇടിപ്പിച്ച് തലയ്ക്ക് ക്ഷതമേൽപ്പിച്ചു എന്ന വിധിപ്പകർപ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു IPC 325 ജീവപര്യന്തത്തിന് പുറമെ 7 വർഷം തടവും സുപ്രീം കോടതി വിധിച്ചിരുന്നത്. ഈ സൗമ്യയുടെ മരണത്തിലേക്ക് വഴിവെച്ച ഈ ക്ഷതം, അതായത് ഒരാളുടെ മരണത്തിന് മറ്റൊരാൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കൊലക്കുറ്റമായി പരിഗണിക്കാം എന്ന IPC 300 വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്താത്തതും സുപ്രീം കോടതി പരിഗണിക്കാത്തതുമാകും റിവ്യൂ ഹർജിയിലും ചൂണ്ടിക്കാട്ടുക. ഈ റിവ്യൂ ഹർജി സമർപ്പിക്കുന്നത് നിയമപരമായി ഗുണകരമാണെന്ന് നിയമതലങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ വിവരം ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. അതേസമയം ഈ നിലവിൽ സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടിയതാണോ തള്ളിയിട്ടതാണോ എന്നത് സംബന്ധിച്ച് ദൃക്സാക്ഷിയായിരുന്ന മധ്യവയസ്കനെ കണ്ടെത്തി കൂടുതൽ തെളിവ് ശേഖരിക്കാത്തത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്നും നിയമമന്ത്രി AK ബാലൻ ദില്ലിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ധന്യ. മനു ശങ്കറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം വിവാദത്തിൽ പുനരന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഫോറൻസിക് വകുപ്പ് മേധാവി ഷേർലി വാസുവാണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉമേഷാണോ പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നായിരുന്നു തർക്കം. സൗമ്യ വധക്കേസിൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് മുൻപേ വിവാദമുയർന്നിരുന്നു. ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഷേർലി വാസുവാണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉന്മേഷാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നായിരുന്നു തർക്കം. പോസ്റ്റ്മോർട്ടം നടത്തിയത് താനാണ് എന്നായിരുന്നു ഉന്മേഷിന്റെ നിലപാട്. കോടതിയിൽ പ്രതിഭാഗം ഉന്മേഷിനെ വിസ്തരിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്നുണ്ടായ പ്രചരണം പ്രതിഭാഗത്തെ ഉന്മേഷ് സഹായിച്ചു എന്നാവുകയും ഉന്മേഷ് സസ്പെൻഷനിലാവുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കാളിയായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വകുപ്പുതല അന്വേഷണത്തിൽ നൽകിയ മൊഴി നിർണായകമായി. ഉന്മേഷാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും താൻ അസിസ്റ്റ് ചെയ്തു എന്നും രാജേന്ദ്ര പ്രസാദ് മൊഴി നൽകുകയായിരുന്നു. എന്നാൽ ഈ മൊഴി അന്തിമ റിപ്പോർട്ടിൽ നിന്ന് അന്ന് ഒഴിവാക്കിയത് ഉന്മേഷിന് പ്രതികൂലമായി. ആദ്യം സസ്പെൻഷനിലാവുകയും പിന്നീട് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തെങ്കിലും ഡോക്ടർ ഉന്മേഷിൻ്റെ ഇൻക്രിമെൻ്റ് റദ്ദാക്കി. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഉന്മേഷ് സർക്കാരിൽ വകുപ്പുതല പുനരന്വേഷണത്തിന് അപേക്ഷ നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ പുനരന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പുനരന്വേഷണത്തിന് പ്രസക്തിയേറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത മുത്താനയിൽ തെരുവുനായ്ക്കൾ 500ഓളം കോഴികളെ കൊന്നൊടുക്കി. വടകത്ത് വിള പുഷ്പാങ്കതന്റെ ഫാമിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് ഇന്ന് രാവിലെ കൊന്നൊടുക്കിയത്. ഫാമിന്റെ ഇരുമ്പുവല കടിച്ചു മുറിച്ചാണ് നായ്ക്കൾ അകത്തു കടന്നത്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് 2ാം ദിവസവും നടന്നത്. കൽക്കട്ട പ്ലീന നിർദ്ദേശങ്ങൾ സംസ്ഥാന ഘടകങ്ങളിലും കേന്ദ്ര കമ്മിറ്റിയിലും നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയോടുകൂടിയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസവും ആരംഭിച്ചത്. വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് രാജ്യത്ത് ബഹുജന പ്രതിഷേധം ഉയർത്തുന്നതിനെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു. BJPയും RSSും ഉയർത്തുന്ന വർഗീയ അജണ്ട രാജ്യത്തെ സാധാരണക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാന അജണ്ട ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ കാര്യപരിപാടികൾക്ക് അന്തിമ രൂപം നൽകുകയാണ്. ഇക്കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മധ്യപ്രദേശിൽ നിന്നുള്ള MLA-മാരുടെ സംഘത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അമ്പലത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അപമാനിച്ചതായി പരാതി. MLA-മാരോട് പാസ് എടുത്ത് ഉള്ളിൽ കയറാൻ സെക്യൂരിറ്റി ജീവനക്കാർ ആജ്ഞാപിച്ചതായി ആരോപണം. സംഭവത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയതായി ക്ഷേത്രം DCP സർക്കാരിന് റിപ്പോർട്ട് നൽകി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ മധ്യപ്രദേശിൽ നിന്നുള്ള 7 അംഗ MLA-മാരുടെ സംഘത്തെയാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാർ അപമാനിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. മധ്യപ്രദേശ് നിയമസഭയിലെ പെറ്റീഷൻ കമ്മിറ്റി അംഗങ്ങളായ ഇവർ കേരള നിയമസഭയിലെ അതിഥികളായിട്ടാണ് കേരളത്തിലെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ഇവരെയും കുടുംബാംഗങ്ങളെയും കിഴക്കേ ഗോപുരത്തിലൂടെ കടത്തിവിടണമെന്ന് കാട്ടി നിയമസഭാ പ്രോട്ടോകോൾ ഓഫീസർ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇവരെ തെക്കേ ഗോപുരം വഴി മാത്രമേ അകത്ത് കയറ്റാനാവൂ എന്നും കിഴക്കേ ഗോപുരം വഴി കയറ്റണമെങ്കിൽ സേവാ പാസ് എടുക്കണമെന്നുമായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇവരെ 10 മിനിറ്റോളം തടഞ്ഞു നിർത്തിയതായും ആരോപണമുണ്ട്.
സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് കിഴക്കേ ഗോപുരം വഴി ഇവരെ ക്ഷേത്ര ദർശനത്തിന് അനുവദിക്കുകയായിരുന്നു. സംഭവത്തിൽ ക്ഷേത്രം അധികാരികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കാട്ടി ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള DCP സുകുമാരപിള്ള സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. രാവിലെ ക്യൂവിലുണ്ടായിരുന്ന ഭക്തരുടെ എതിർപ്പുണ്ടായിരുന്നതിനാലാണ് മധ്യപ്രദേശിലെ MLA-മാരെ തടഞ്ഞതെന്നായിരുന്നു ക്ഷേത്രം അധികാരികൾ നൽകുന്ന വിശദീകരണം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കോവളത്ത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മർദ്ദനത്തിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മാരകമായ സംഭവം ഉണ്ടായത് മൂത്രമൊഴിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ നിസ്സാര വാക്തർക്കത്തെ തുടർന്നാണ്. വിനോദയാത്രക്കായി കോവളത്തെത്തിയ തൃശൂർ സ്വദേശിയാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. തൃശൂർ സ്വദേശി ജിനേഷിന്റെ കാഴ്ചയ്ക്കാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി കോവളം ബീച്ചിലായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് വിനോദയാത്രയ്ക്കായി തലസ്ഥാനത്തെത്തിയ യുവാവിനെയാണ് സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമിച്ചത്. ആക്രമണത്തിൽ തൃശൂർ സ്വദേശിയായ ജിനേഷിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കോവളം സീറോക്ക് ബീച്ചിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്. വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെയുള്ള ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ കയറിയതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയായി മാറുകയായിരുന്നു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായ നാഗപ്പൻ നായർ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് ജിനേഷിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഇടിയിൽ വലത് കണ്ണിൻ്റെ കാഴ്ച 99% നഷ്ടപ്പെട്ടു. ആക്രമണമുണ്ടായപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്നവർ അക്രമിയെ പിടികൂടി. ടോയ്ലറ്റ് ഹോട്ടലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ സമ്മതിക്കണില്ല. അവരുടെ ഭക്ഷണം കഴിക്കാറുണ്ട്. ടോയ്ലറ്റ് തുറന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാർ പാർക്കിൻ്റെ അവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ലോക്ക് ചെയ്തിട്ടിക്കുക. അവരൊരു സൂപ്പർവൈസറാണ്ട് വന്ന് അത് കഴിഞ്ഞപ്പോൾ ആൾ തല്ലി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ കൊണ്ട് തല്ലാൻ തുടങ്ങി. പിടിച്ച് മാറ്റാൻ വന്ന കൂട്ടുകാരന്മാർ അവർക്ക് തൂടി തല്ലി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ കോളർ പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ടോർച്ച് കടിച്ചു. ടോർച്ച് ഇവിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സീറോക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ തമിഴ്നാട് ഊരമ്പ് സ്വദേശിയായ നാഗപ്പൻ നായരെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ IPC 326 വകുപ്പ് ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് അല്പസമയത്തിനകം സമാപനം. 150ഓളം ഫ്ലോട്ടുകൾ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് വാരാഘോഷത്തിന് തിരശ്ശീല വീഴുക. വാരാഘോഷ പരിപാടികളിൽ നിന്നും സുനിൽ മനോർ തത്സമയം ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? എവിടെ എത്തി നിൽക്കുന്നു ഒരുക്കങ്ങൾ? അതിനുശേഷം വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള നാദത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും നൃത്താവിഷ്കാരവും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കമനീയമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിരിക്കും ഈ നഗര വീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു വരിക. ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുൻനിരയിലായി പോലീസിൻ്റെ അശ്വാരൂഢ സേനയും അതിന് തൊട്ടുപിന്നിലായി കേരളീയ വേഷമണിഞ്ഞ മോഹിനിമാരുടെ നൃത്ത രൂപങ്ങളും അതിന് പോലെ തന്നെ പുരുഷന്മാർ മുത്തുക്കുടയേന്തിയ 100 പുരുഷന്മാരും ഘോഷയാത്രയുടെ മുൻനിരയിൽ അണിനിരക്കും. അതിനുശേഷം കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ, കഥകളി, ഓട്ടംതുള്ളൽ അടക്കമുള്ള തനത് കലാരൂപങ്ങളുടെ ഒരു ആവിഷ്കാരം അതിന് മുന്നോടിയായിട്ടുണ്ടാകും. 75-ലധികം ഫ്ലോട്ടുകളാണ് സർക്കാരിൻ്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെയായി 75-ലധികം ഫ്ലോട്ടുകളാണ് ഇക്കുറി ഈ ഘോഷയാത്രയ്ക്ക് മികവേകാനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഫ്ലോട്ടുകൾക്ക് ഓരോന്നിനും പ്രത്യേക ആശയം നൽകിക്കൊണ്ടുള്ള ഫ്ലോട്ടുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സന്ദേശങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ സന്ദേശങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ളവ ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലോട്ടുകൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തലസ്ഥാനത്തിൻ്റെ ഈ നഗരവീഥിയിൽ ഘോഷയാത്ര കടന്നു വരുന്ന വെള്ളയമ്പലം മുതൽ ഈസ്റ്റ് പോർട്ട് വരെയുള്ള ഇരുവീഥികളിലും ആളുകൾ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാളയത്തിന് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഗവർണറും മറ്റ് VVIPs ഒക്കെ ഈ ഘോഷയാത്ര കാണുന്നതിനായി എത്തുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ഈ ഘോഷയാത്ര കടന്നു വരുന്ന ഓരോ കേന്ദ്രങ്ങളിലും കലാരൂപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘോഷയാത്രയ്ക്ക് മാറ്റേകുന്ന മറ്റൊരു വസ്തുതയായി നമുക്ക് പറയേണ്ടി വരിക. അതുപോലെ തന്നെ ഈ ഘോഷയാത്രയ്ക്കകത്ത് ഓരോ കലാരൂപങ്ങൾ ഒപ്പം തന്നെ ഓരോ ഫ്ലോട്ടുകൾക്ക് മുമ്പിലായും ഓരോ വാദ്യങ്ങളുടെ അകമ്പടിയും ഈ ഘോഷയാത്രയ്ക്ക് മിഴിവേകാനായി എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓണം വാരാഘോഷത്തിന് പരിസമാപ്തിയാകുന്നത് ഈ വർണ്ണസഫലമായിട്ടുള്ള ഈ ഘോഷയാത്രയോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിലുള്ള ആളുകൾ ഈ ഘോഷയാത്ര ആസ്വദിക്കാനും ഈ ഓണം വാരാഘോഷത്തിൽ പങ്കാളികളാകാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. സുനിൽ, എപ്പോഴായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തി ഇതിന്റെ ഔദ്യോഗികമായ ഇല്ലെങ്കിൽ തുടക്കം, ഘോഷയാത്രയുടെ സമാപനത്തിന്റെ തുടക്കം എപ്പോഴായിരിക്കും, ഏത് സമയത്തായിരിക്കും നടക്കുക?
സുനിൽ, കേൾക്കാമെങ്കിൽ. അഞ്ചര മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം വെള്ളയമ്പലത്ത് നടക്കുക. ഗവർണർ പി സദാശിവമാണ്. അതിനുശേഷമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 1 മണിക്കൂർ വേണം ഓരോ സ്പോട്ടുകളും കടന്ന് ഈ ഘോഷയാത്രയുടെ മുൻവശം ഇപ്പോൾ പാളയത്ത് എത്തിച്ചേരണമെങ്കിൽ ഈ വെള്ളയമ്പലത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആദ്യ ഭാഗം ഘോഷയാത്രയുടെ ആദ്യ ഭാഗം എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുശേഷം ഈ ഓരോ കലാരൂപങ്ങളും കടന്നു വരുമ്പോൾ അത്രയും സമയം തന്നെ ഈ ഓരോ കലാരൂപങ്ങളും അത്രയും സമയം എടുത്തു മാത്രമേ ഈ ഓരോ പോയിന്റുകൾ കടന്നു പോവുകയുള്ളൂ. ഓരോ പോയിന്റിലും പ്രത്യേക കലാരൂപങ്ങൾ ഒരുക്കി. ഇവിടെ പാളയത്താണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുള്ളത്. ഇവിടെ നാടൻ പാട്ടിൻ്റെ ഒരു ക്രമീകരണം, അതുപോലെ ഓരോ സ്പോട്ടുകളിലും പ്രത്യേകിച്ച് കലാരൂപങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഘോഷയാത്ര കാണാനെത്തുന്നവരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കർശന സുരക്ഷ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് ഈ ഓരോ ഫ്ലോട്ടുകൾക്ക് മുന്നിലായിട്ടാണ് ഓരോ വാദ്യമേളങ്ങൾ അരങ്ങേറുന്നത്. അതായത് വൃന്ദവാദ്യം അടക്കമുള്ളവ, ചെണ്ടമേളവും നെയ്യാണ്ടിമേളവും അടക്കമുള്ളവ. യഥാർത്ഥത്തിൽ ഒരു പൂരക്കാഴ്ച സമ്മാനിക്കാൻ തലസ്ഥാന നഗരിയിലുള്ളവർക്ക് പൂരക്കാഴ്ച, വർണ്ണവിസ്മയ കാഴ്ച സമ്മാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഓണം വാരാഘോഷത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ വർണ്ണസഫലമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഘോഷയാത്ര കാണുവാനായി ഈ നഗരത്തിലേക്ക് മണിക്കൂറുകൾക്ക് മുമ്പേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സുനിൽ, ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളെ ഇല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പോലീസിന് സാധിക്കുന്നുണ്ടോ? ഒരുപാട് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ദേശത്തുള്ളവരും സ്വദേശികളും മറുനാട്ടിൽ നിന്ന് വന്നവരുമായിട്ടുള്ള ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പോലീസിന് സാധിക്കുന്നുണ്ടോ? എത്രത്തോളം പോലീസിനെയാണ് ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ വിന്യസിച്ചിരിക്കുന്നത്? അത് സംബന്ധിച്ച് തീർച്ചയായും വലിയൊരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മഫ്തി പോലീസ് അടക്കമുള്ളവ, ഷാഡോ പോലീസ് അടക്കമുള്ളവ, അതുപോലെ വനിതകൾക്ക് വേണ്ടിയുള്ള പിങ്ക് സ്ക്വാഡ് അടക്കമുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ സുരക്ഷാ ക്രമീകരണത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാരണം വിവിധ മേഖലയിൽ നിന്ന് വരുന്ന ജനങ്ങളാണ്. അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പോലീസ് അതായത് ഒരാഴ്ച നടക്കുന്ന ഈ പരിപാടികളിലെ ഓരോ വേദികളിലും ഒരുക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് ഘോഷയാത്ര നടക്കുന്ന ഈ ഓരോ വീതികളിലും ഒരുക്കിയിട്ടുള്ളത്. വനിതാ പോലീസിൻ്റെ വലിയൊരു സാന്നിധ്യമുണ്ട്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ സുരക്ഷിതമായി തന്നെ ഈ ഘോഷയാത്ര ആസ്വദിച്ച് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നഗരത്തിൽ വളരെ നേരത്തെ തന്നെ ഗതാഗത ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. കാരണം വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗതാഗത ക്രമീകരണം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഘോഷയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഘോഷയാത്രയുടെ മുൻവശം ഈ പാളയം വേദിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ്. ഇവിടേക്ക് ഈ പാളയത്താണ് പ്രധാന വേദി ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഭാഗത്താണ് കേന്ദ്രീകരിക്കുന്ന ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ എനിക്ക് പിന്നിലായി മുഖ്യമന്ത്രി ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ പവലിയനിലേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എല്ലാവർക്കും മുമ്പിൽ എത്തിക്കാനായി സാധിക്കും. ധന്യ. സുനിൽ, മറ്റൊരു കാര്യം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ തിരുവനന്തപുരംകാർക്ക് അറിയാം ഇത് എത്രത്തോളം വർണ്ണാഭമായ ചടങ്ങുകളാണ്, ഇല്ലെങ്കിൽ അത്തരം കാഴ്ചകളാണ് എന്ന് നമുക്കറിയാം. വിദേശികൾ ഇപ്പോൾ കാണാൻ കഴിയുന്ന രീതിയിൽ വിദേശികളുടെ എണ്ണത്തിൽ കൂടുതലാണോ, ഇല്ലെങ്കിൽ സാധാരണ എല്ലാ വർഷങ്ങളിലും കാണുന്നത് പോലെയുള്ള ഒരു സംഖ്യ മാത്രമേ ഉള്ളോ? കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ മറ്റ് നാടുകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി? മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കാണ് പ്രത്യേക പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ പവലിയനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ചുള്ള കലാപരിപാടി, അതായത് ഇവിടെ നാടൻപാട്ട് നടക്കുന്നുണ്ട്, ഈ കലാപരിപാടി ആസ്വദിക്കാനുള്ള
സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഘോഷയാത്ര എത്തുമ്പോഴേക്കും ഏകദേശം തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂറിലധികം പിന്നിടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് നേരത്തെ വന്നിരിക്കുന്നവർക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു ക്രമീകരണവും ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി ഭാര്യയും ഒപ്പമാണ് ഇപ്പോൾ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഈ പവലിയനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 75-ലധികം ഫ്ലോട്ടുകളാണ് ഈ ഘോഷയാത്രയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുപകരാനായി കലാരൂപങ്ങൾ അന്യ സംസ്ഥാനങ്ങൾ, അതായത് 9 സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനങ്ങൾ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഘോഷയാത്രയ്ക്ക് നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കാൻ ഈ തലസ്ഥാനത്തെ ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ദൃശ്യവിസ്മയമേകാനായി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം അതായിരിക്കും തീർച്ചയായും വലിയൊരു ആകർഷണമായിട്ട് മാറുക. ഈ ഘോഷയാത്രയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവരുടെ വിവിധ കലാരൂപങ്ങൾ ആസ്വദിച്ചിട്ടില്ലാത്തവർക്ക് തന്നെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ഈ ഘോഷയാത്രയ്ക്ക് എന്നുള്ളത് ഈ ഘോഷയാത്രയുടെ മികവ് ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ണിൽ കാഴ്ചകൾ മാഞ്ഞു പോകുന്ന പോലെ ഓരോരോ ഫ്ലോട്ടുകളും ഓരോരോ നൃത്തരൂപങ്ങളും കലാരൂപങ്ങളും ഒക്കെ ഇങ്ങനെ മിന്നിമറയുന്ന കാഴ്ചയായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഈ തലസ്ഥാന നഗരിയിലെ വീഥികളിൽ ഇരിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയുക. ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണർ ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്തിയ സ്ഥിതിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ ഗവർണർ കൂടി എത്തിയതിനു ശേഷമായിരിക്കുമോ ഫ്ലാഗ് ഓഫ്? സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് അല്പസമയത്തിനകം സമാപന ഭാഗം. 150ഓളം ഫ്ലോട്ടുകൾ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് വാരാഘോഷത്തിന് തിരശ്ശീല വീഴുക. സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകളിലേക്ക്. പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ MCR ഗ്രൂപ്പിന്റെ 2ാം ഷോറൂം കോയമ്പത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്രോസ് കട്ട് റോഡിലെയും ഒപ്പനക്കര സ്ട്രീറ്റിലെയും ഷോറൂമുകളുടെ ഉദ്ഘാടനം MCR ഗ്രൂപ്പ് സ്ഥാപകൻ MA ചാക്കോയും ഭാര്യ TA എലിയമ്മയും ചേർന്ന് നിർവഹിച്ചു. MCR ബ്രാൻഡ് അംബാസിഡർ നടൻ പ്രഭു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആദ്യ വിൽപ്പനയും പ്രഭു നിർവഹിച്ചു. MCR ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ, മാനേജിംഗ് ഡയറക്ടർ MC റിക്സൺ, കോയമ്പത്തൂർ മേയർ രാജ്കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് കോസ്മോസ് സ്പോർട്സിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ റാക്കറ്റ് ഗിന്നസ് വേൾഡിൽ ഇടം പിടിച്ചു. 18 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയുമുള്ള റാക്കറ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് കാർട്ടൂണിസ്റ്റ് ദിലീഫാണ്. 9 മണിക്കൂർ കൊണ്ടാണ് റാക്കറ്റ് നിർമ്മിച്ചത്. കോസ്മോസ് സ്പോർട്സിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP-യും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസൻ തുടങ്ങിയവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചു. കോസ്മോസ് സ്പോർട്സ് ചെയർമാൻ AK നിഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നിസാർ, നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.